ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഇങ്ങനെ വന്നിട്ടുണ്ടോ? ഇല്ല ഡോക്ടർ, ഞങ്ങളുടെ അറിവിലില്ല. ഇനി ഉണ്ടാവുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവരേണ്ടി വരും. 1-2 മെഡിക്കൽ ചെക്കപ്പുകൾ നടത്താം. ആ തൽക്കാലം ഇപ്പോ ഞാൻ തരുന്ന മെഡിസിൻ കൊടുത്താൽ മതി. ശരി ഡോക്ടർ. ഇന്ന് മരുന്ന് കഴിച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. ആ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ആ ശരി. റെസ്റ്റ് എടുക്ക കേട്ടോ, ഭേദമായിക്കോളും. ശരി ശരി, ഓക്കെ ഡോക്ടർ. അമ്മച്ചി, വിടടി അവളെ. നീ ഒറ്റ ഒരുത്തി കാരണമാ ഇവളിപ്പോ കട്ടിലേ കിടക്കേണ്ടി വന്നത്. പെറ്റ തള്ളെ അസുഖക്കാരിയാക്കി കട്ടിലേ കിടത്തിയപ്പോ നിനക്ക് തൃപ്തിയായല്ലോ. അതെങ്ങനെയാ? ഇവൾക്ക് നമ്മളാരും വേണ്ടല്ലോ. ജനിപ്പിച്ച അപ്പനെയും വേണ്ട, അമ്മച്ചിയും വേണ്ട, കൂടപ്പിറപ്പിനെയും വേണ്ട. അവൾക്കെല്ലാം ശിവനല്ലേ. നമ്മുടെ കുടുംബം തകർക്കാൻ വേണ്ടി അവൻ ഇവളുടെ കൂട്ടത്തിൽ കൂടിയതാണെന്ന് ഇവള് മനസ്സിലാക്കുന്നില്ല. അപ്പ എവള് മനസ്സിലാക്കൂടാ. നമ്മൾ ആരെങ്കിലും ഒക്കെ ഇതുപോലെ പ്രഷർ അടിച്ചും തല കറങ്ങിയും ഇതുപോലെ വീണ് മരിക്കാൻ കിടക്കുമ്പോ അപ്പൊ പിന്നെ അവക്ക് ആരെയും പേടിക്കണ്ടല്ലോ. ചോദിക്കാനും പറയാനും ആരും ഉണ്ടാവുകയില്ല. എടാ ആന്റണി മോനെ, നീ ആ സൂസനെ ഒന്ന് വിളിക്ക. എന്നിട്ട് ഡേവിസിനോട് ഇവിടം വരെ ഒന്ന് വരാൻ പറ. ശരിയാ. എന്തായാലും വാക്കാൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യമല്ലേ. ഇനിയോ അതങ്ങനെ വെച്ച് നീട്ടിക്കൊണ്ടു പോകേണ്ട കാര്യമില്ല. നമുക്ക് അത് എത്രയും പെട്ടെന്ന് നടത്താം. എന്റെ പൊന്നു മോളെ, ഡേവിസ് വന്നു കഴിഞ്ഞ രണ്ടുപേരുടെയും മനസ്സമ്മതം ഞാനങ്ങ് നടത്തും. പിന്നെ അടങ്ങി ഒരുങ്ങി അവനൊപ്പം ജീവിച്ചോണം കേട്ടോ. ഇല്ലെങ്കി ഡേവിസിനെ അറിയാലോ നിനക്ക്. പിടിച്ചോണ്ട് വരാൻ പറഞ്ഞ കൊന്നു കൊലവിളി നടത്തിട്ട് വരുന്നവനാ ഡേവിസ്. അവന് ഈ ലോകത്ത് അവനെ പോലും ഇഷ്ടമല്ല. പക്ഷേ നിന്നെ അവന് ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ കാര്യം അറിഞ്ഞ അവനോട് പറന്നെത്തും. അവനിപ്പോ എവിടാ? ഹോങ്കോങ്ങിലോ മറ്റോ പോയെന്ന് ഒരിക്കൽ അവൾ എന്നോട് പറഞ്ഞിരുന്നു. എന്തായാലും ആളിപ്പോ സ്ഥലത്തുണ്ട്. ഇങ്ങോട്ട് വരാൻ പറയാം ഞാൻ. അവൻ വരണം. അവനെ കൊണ്ടേ ഇവളുടെ ഉള്ളിലുള്ള ശിവനെ പുറത്തെടുക്കാൻ പറ്റൂ. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്നൊക്കെ പറയാറില്ലേ? ശിവൻ മുള്ളാണെങ്കിൽ വരുന്ന ഡേവിസ് മുള്ളുമുരുക്കുക. ഏത് ഭാഗത്ത് തൊട്ടാലും ചോര പൊടിയും.